നമസ്കാരം. ഇന്ന് മണി ടോക്സ് വിത്ത് നിഖിൽ എന്ന പരിപാടിയിൽ നമ്മൾ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മളൊരു ശരിക്കും നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്ത ആളുകളുമായിട്ട് ഒരു ഇൻ്റർവ്യൂ. അപ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അവരിൽ നിന്ന് പഠിക്കാനും പറ്റും. അവരുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി നമുക്കൊരു പാഠമാകും എന്നുള്ളൊരു പ്രതീക്ഷയോടെ നമ്മൾ തുടങ്ങിയാണ്. ഇത് നമ്മൾ മന്ത്ലി ഒരു വൺസെങ്കിലും ഒരു ഇൻ്റർവ്യൂ ഇങ്ങനെ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്ത ആളുകളുമായിട്ട് നമുക്ക് സംഭാഷണം നടത്താനാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഓഡിയൻസ് എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ എന്നുള്ളൊരു പ്രതീക്ഷയോടെ ഞാൻ എല്ലാവരുടെയും മുന്നിൽ ബിനോയ് ഏട്ടനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അദ്ദേഹം ഇപ്പോൾ മാർക്കറ്റിംഗ് കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യണം. മെയിനായിട്ട് FMCG, റീറ്റെയിൽ, ചാനൽ ബിസിനസ് എന്നീ സെഗ്മെൻറ്റിൽ മാർക്കറ്റിംഗ് കൺസൾട്ടൻ്റായിട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വെൽക്കം. താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഒരു ക്ഷണം സ്വീകരിച്ച് വന്നതിന് വളരെ നന്ദി. മൈ പ്ലഷർ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒന്ന് ബിനോയായിട്ട് നമ്മുടെ ഗ്രൂപ്പിന് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. എങ്ങനെയാണ് ജേണി സ്റ്റാർട്ട് ചെയ്തത്? കരിയർ സ്റ്റാർട്ട് ചെയ്തത് ഒരു കോളേജ് കഴിഞ്ഞ് ഒരു കൊല്ലത്തിനകം തന്നെ സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിൽ ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ സ്റ്റാർട്ട് ചെയ്തു. ആ ജേണി ഏകദേശം ഒരു 30 കൊല്ലം തുടർന്നു. അത് വ്യത്യസ്ത ഉത്തരവാദിത്തങ്ങൾ, കരിയറിൽ ഗ്രോത്ത് ഓരോ ലെവലിലായിട്ട് വർക്ക് ചെയ്ത് പല സെഗ്മെൻറ്റിലും കൂടുതലും സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് രംഗത്താണ് ചെയ്തത്. ആ സമയത്ത് അതായിരുന്നു മെയിനായിട്ടുള്ള എൻ്റെ ഒരു പ്രൊഫഷൻ എന്ന് വേണമെങ്കിൽ പറയാം. റഫ്ലി 30-35 കൊല്ലം. അതെ. താങ്ക് യു. അപ്പോൾ ഇനീഷ്യൽ ടൈമിൽ എങ്ങനെയായിരുന്നു ഒരു സേവിങ്സോ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തിരുന്നത്? അന്നത്തെ ഞങ്ങളുടെ ചെറുപ്പക്കാരുടെയൊക്കെ സംസ്കാരം വെച്ചിട്ട് അന്നങ്ങനെ ഒരു സേവിങ് എന്നുള്ള ഒരു പ്രത്യേക കാഴ്ചപ്പാടൊന്നും ഉണ്ടായിരുന്നില്ല. കോളേജ് കഴിഞ്ഞാൽ കോളേജിലെ അടിച്ചു പൊളിച്ച ജീവിതമൊക്കെ കഴിഞ്ഞ് വന്ന് ജോലിക്ക് വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന കാശ് സ്പെൻഡ് ചെയ്യുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് വിവാഹശേഷമാണ് ശരിക്കും സ്വാഭാവികമായിട്ടും വിവാഹശേഷം വേറൊരാളുടെ അഭിപ്രായം കൂടെ നമ്മൾ മാനിക്കേണ്ടതായിട്ട് വരുമല്ലോ. അപ്പോഴാണ് ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് ചിന്തിച്ചു തുടങ്ങിയത്. അങ്ങനെയാണ് അല്പസ്വല്പം ബാങ്കിൽ ഉള്ള സേവിങ്സ് പോലെയുള്ള രീതിയിൽ മാത്രമേ അന്ന് നമ്മൾ കണ്ടുള്ളൂ. പിന്നെ ബേസിക് ആയിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഇൻഷുറൻസ് അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും അന്ന് നമ്മുടെ മനസ്സിൽ കൂടെ പോയിട്ടില്ല. ബാങ്കിൽ എന്ന് പറയുമ്പോൾ RD അങ്ങനത്തെയൊക്കെയാണ് ചെയ്തിരുന്നത്. എന്താണത്? FD, RD അങ്ങനെയുള്ള അതിനപ്പുറം ഒന്നും നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ല എന്നുള്ളതായിരുന്നു അന്നത്തെ കാലത്ത്. ഓക്കെ. അപ്പോൾ എങ്ങനെയായിരുന്നു? അപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് നമ്മൾ ചേച്ചിയായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് യൂസ് ചെയ്തതോ? അങ്ങനെ ഒരു ഭയങ്കരമായിട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചിന്താഗതിക്കാരനായിരുന്നില്ല ഞാൻ. ബേസിക്കലി നമ്മളിങ്ങനെ പോകുന്ന പോലെ വലിയ കുഴപ്പമില്ലാതെ പോകാമെന്നുള്ളത് മാത്രമായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ ആ രീതിയിൽ അപ്പോഴാണല്ലോ നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കുക. അവരുടെ മറ്റ് ചിലവും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ സമയത്ത് നമ്മൾ കുറച്ചുകൂടെ കൂടുതലും ബാങ്കും FD ഒക്കെ ആയിട്ടുള്ളൊരു ആ ഒരു ലെവലിൽ മാത്രമായിരുന്നു ചിന്തിക്കുക. കാരണം ആ സമയത്ത് റിയൽ എസ്റ്റേറ്റ് ഒന്നും ചിന്തിക്കാനുള്ള ഒരു വരുമാനമൊന്നും നമ്മൾ അതൊന്നും നമുക്ക് കടിച്ചാൽ പൊട്ടാത്തൊരു കാര്യമായിരുന്നു ആ സമയത്ത്. അപ്പം പിന്നെ അങ്ങനെ പോയി ഓരോ ലെവലിലെത്തി. ആ സമയത്തൊക്കെ ഇതിങ്ങനെയൊക്കെ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എപ്പോഴാണ് ഒരു വീടൊക്കെ വെക്കാന്നൊക്കെ തോന്നുന്നത്? അത് ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഒരു പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഏകദേശം ഒരു 8ാം ക്ലാസ് 10ാം ക്ലാസ് ഹൈസ്കൂൾ വിടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വിടുന്നതോട് അനുബന്ധിച്ച് ആണ് ഒരു വീടായാൽ കൊള്ളാം. അത് എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാ അന്നത്തെ കാലത്തും ആണ്. ഇപ്പോൾ വ്യത്യാസം വന്നു. ഇപ്പോൾ ചെറുപ്പക്കാർക്ക് ഈ ജോലി ഇപ്പോൾ ഡബിൾ ഏണിംഗ് മെമ്പേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് ഇൻകം ടാക്സ് സേവ് ചെയ്യാനൊക്കെ ആയിട്ട് ആദ്യം ചിന്തിക്കുന്ന കാര്യം ഫ്ലാറ്റ് വാങ്ങുക. കാരണം ഇത് ഹോം ലോണിൻ്റെ ഇത് ഇൻകം ടാക്സിൽ ഡിഡക്റ്റ് ചെയ്ത് പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ അത് ചിന്തിച്ചു തുടങ്ങി. അന്നൊന്നും നമുക്ക് അങ്ങനത്തെ ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. അന്നൊന്നും അത്രയൊന്നും ആരും എനിക്ക് തോന്നുന്നു എൻ്റെ ആ പ്രായത്തിലുള്ള സമകാലികരൊന്നും അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഈവൻ ഇപ്പം എനിക്ക് ഓർമ്മയുള്ളപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അച്ഛനും അമ്മയൊക്കെ നമ്മൾ ഈ പറഞ്ഞ 8ലും 6ലൊക്കെ പഠിക്കുമ്പോഴാണ് വീടൊക്കെ അയക്കുന്നത്. അല്ല, എനിക്കൊന്ന് ഞാനൊക്കെ അതും കഴിഞ്ഞിട്ടായിരുന്നു. കാരണം ഈ സെയിൽസ് ആൻഡ് മാർക്കറ്റിലാകുമ്പോൾ ഒരുതരം ഡിസ്റപ്ഷൻസ് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കും. നമ്മൾ പ്ലാൻ ചെയ്ത് വരുമ്പോഴേക്കും ഒരു ഡിസ്റപ്ഷൻ വരാം. അത് അത്രയും വളരെ എന്താ പറയുക കുലുക്കമുള്ള ഒരു ഇപ്പോഴും അങ്ങനെ തന്നെ. ഇപ്പം എനിക്ക് തോന്നുന്നത് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് മാത്രമല്ല മറ്റു പല ജോബ് സെഗ്മെൻറ്റിലും അത് ഇപ്പോൾ വരുന്നുണ്ട്. ഈവൻ ബാങ്കിങ്ങിൽ വരെ വരുന്നുണ്ട് നല്ലതായിട്ട്.
അപ്പോൾ അപ്പം നമ്മുടെ പ്ലാൻസൊക്കെ ഇടയ്ക്ക് വീണ്ടും അഴിച്ചു പണിയും. അപ്പോൾ അങ്ങനെയൊക്കെ അവസാനം എനിക്ക് തോന്നുന്ന ഒരു കുട്ടികൾ ആ ഒരു ഹൈസ്കൂൾ ലെവലിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഒരു വീടിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ലെവലിൽ എത്തിയത്. അത് പിന്നെ അങ്ങോട്ട് പ്രൊസീഡ് ചെയ്തു. ആ ഒരു അതുവരെ റെൻ്റലൊക്കെ ആയിട്ടാണ് പോയിരുന്നത്. അപ്പോൾ ഇത് ഈ കുട്ടികളുടെ എഡ്യൂക്കേഷനൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്തതോ? കുട്ടികളുടെ എഡ്യൂക്കേഷൻ അങ്ങനെ വളരെ മുൻകൂട്ടി പ്ലാൻ ചെയ്തില്ലെങ്കിലും ബേസിക് ആയിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞ് അല്ലെങ്കിൽ കോളേജിൽ പോകുമ്പോഴുള്ള ഒരു അതിനുള്ള, അപ്പോൾ അതൊക്കെയായിരുന്നു ഫസ്റ്റ് പ്രയോറിറ്റി. വീടിനേക്കാളും ഫസ്റ്റ് പ്രയോറിറ്റി സ്വാഭാവികമായിട്ടും അവർക്ക് എഡ്യൂക്കേഷൻ, പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോഴ്സാണെങ്കിൽ എത്ര കോസ്റ്റ് വരുന്നതെന്ന് നമുക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല. കാരണം മെറിറ്റ് ഇല്ലെങ്കിൽ ക്യാപിറ്റേഷൻ ഫീ. അപ്പോൾ അന്നൊക്കെ ഈ പറഞ്ഞ പോലെ അറിയില്ല. അന്ന് ഇപ്പം വ്യത്യാസങ്ങൾ ഒരുപാട് വന്നു. അന്നൊക്കെ പ്രൊഫഷണൽ കോഴ്സിൽ ഭയങ്കര ക്യാപിറ്റേഷൻ ഫീ ആയിരുന്നു. ഇന്നിപ്പം വ്യത്യാസങ്ങൾ വന്നു. കോളേജസിൻ്റെ മാത്രമല്ല, ഇപ്പം സ്ട്രീംസ് തന്നെ വ്യത്യാസങ്ങൾ വന്നു. ഫ്യൂച്ചർ ഐ മീൻ സ്കോപ്പ് വ്യത്യാസം വന്നില്ലേ കുട്ടികൾക്ക്? പണ്ട് എഞ്ചിനീയറിങ്ങും മെഡിസിനും ഒക്കെ ആയിരുന്നു ഏറ്റവും സ്കോപ്പ്. ഇപ്പം അതൊക്കെ മാറി. ഇപ്പം ബികോം, കോമേഴ്സ്, അക്കൗണ്ട്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. ഇപ്പോൾ ഡിമാൻഡ് എഞ്ചിനീയറിങ്ങിനൊക്കെ കുറഞ്ഞു തുടങ്ങി എന്നുള്ളതാണ് എൻ്റെ അറിവ്. അതെ. ഈവൻ അപ്പോൾ എങ്ങനെയായിരുന്നു കുട്ടികളുടെ ഒരു മണി ടോക്സ് ഒക്കെ നടത്തിയിരുന്നു? അതോ കാശിനെ പറ്റിയൊക്കെ സംസാരിച്ചിരുന്നു? കുട്ടികളുടെ അടുത്തൊന്നും മണി ടോക്സ് നടത്തിയിട്ടില്ല. ഇല്ല, കുട്ടികളുടെ അടുത്ത് മണി ടോക്സ് നടത്തിയിട്ടില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഡൈനിങ് ടേബിളിലൊക്കെ ഇങ്ങനത്തെ ഒരു ഡിസ്കഷൻ അത്രയും ഇല്ല. ആ ഒരു ഇല്ല. അതിൻ്റെ ഒരു കാരണം 10ാം ക്ലാസ് കഴിഞ്ഞിട്ടൊക്കെ ആകുമ്പോൾ അവരൊക്കെ ഹോസ്റ്റലിലൊക്കെ ആയിട്ട് അങ്ങ് പോകുമ്പോൾ ഇങ്ങനൊരു ചർച്ച മാക്സിമം വൈഫായിട്ട് നടത്താമെന്നല്ലാതെ വേറെ ഒരാളെ ഇൻവോൾവ് ചെയ്യിച്ച് നടത്തേണ്ട ഒരു ആ ഒരു ലെവലിലുള്ള ഒരു ആവശ്യം വന്നിട്ടില്ല, ചുറ്റുപാടുണ്ടായിരുന്നില്ല. അപ്പോൾ എപ്പോഴാണ് ഒരു റിട്ടയർമെൻറ്റ് എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ അത് കഴിഞ്ഞ് ഇത് ഇവർ പഠിച്ച് ബായ് വരുന്ന സമയത്തായിരുന്നു നമ്മൾ ഈ പറഞ്ഞ പോലെ അതിനിടയ്ക്ക് കുറച്ച് ഫണ്ട്സ് ഇപ്പോൾ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വരുന്നതൊക്കെ എടുത്ത് റിയൽ എസ്റ്റേറ്റിലാണ് അത് നെക്സ്റ്റ് പ്രയോറിറ്റി. ഒരു റെൻ്റൽ ഇൻകം, അതായിരുന്നു അടുത്ത അസറ്റ് ക്ലാസ്. നമുക്ക് പെട്ടെന്ന് താല്പര്യം എന്ന് പറഞ്ഞാൽ അറിവുള്ളത് ഇത് പിന്നെ വാടകയ്ക്ക് കൊടുക്കുക എന്നുള്ള ഒരു പണ്ട് പോലെ കേട്ടിട്ടുള്ളതാണല്ലോ. അതാണല്ലോ ഒരു അഡീഷണൽ വരുമാനം. ഇപ്പം പ്രത്യേകിച്ച് പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർക്ക് പെൻഷനൊന്നും ഇല്ലെങ്കിൽ ഒരു സേഫ് ഹാവനായിട്ടുള്ളത്. പിന്നെ റിയൽ എസ്റ്റേറ്റിന് അപ്രിസിയേഷൻ ഉണ്ടാകുന്നുള്ളൊരു ഒരു ഹോപ്പിലാണ് നമ്മളത് ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു സംവിധാനം ആയിരുന്നു പിന്നെ സെക്കൻഡറി ആയിട്ട് നമ്മുടെ മനസ്സിൽ വന്നത്. അതനുസരിച്ചിട്ടുള്ള പ്ലാൻസ് ആയിരുന്നു പിന്നെ ചെയ്തത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഹോം ലോണൊക്കെ എടുത്ത് സ്വയം വീട് വയ്ക്കുകയും പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് അല്ലറ ചില്ലറ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നടത്തിയിട്ട് ഒരു റിയൽ എസ്റ്റേറ്റിൽ ഐ മീൻ ഒരു ഫ്ലാറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള ഇതിലേക്കാണ് പോയത്. ഓക്കെ. അപ്പോൾ ഒരു വേറെ ടൈപ്പ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ഇപ്പോൾ ബാങ്ക് പറഞ്ഞു, പിന്നെ നമ്മൾ റിയൽ എസ്റ്റേറ്റ് പറഞ്ഞു, പിന്നെ വേറൊരു ടൈപ്പ് ഓഫ് ഡൈവേഴ്സിഫിക്കേഷൻ അങ്ങനെയൊക്കെ തിങ്ക് ചെയ്തിട്ടുണ്ടോ ആ ടൈമിൽ? അതോ ഇല്ല, ആ സമയത്ത് അങ്ങനെ നമ്മൾ ഇപ്പം മറ്റ് അസറ്റ് ക്ലാസ്സിനെ കുറിച്ച് അന്ന് വലിയ പരിജ്ഞാനമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊന്നും കാര്യമായിട്ട് ചിന്തിച്ചില്ല. പിന്നെ ഗോൾഡ് സ്വാഭാവികമായിട്ടും ഒരു ലേഡീസ് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഇതായതുകൊണ്ട്, അല്ലെങ്കിൽ അവർക്കാണ് അതിനെക്കുറിച്ച് കൂടുതൽ അവരുടെ പ്രഷർ കാരണം കുറച്ച് സ്വാഭാവികമായിട്ടുള്ള കുറച്ച് ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് വന്ന് ചേർന്നിട്ടുണ്ട്. അത് സാരമായിട്ടില്ലെങ്കിലും അത് അതിൻ്റെതായ ഒരു ജ്വല്ലറി ഫോമിൽ അത് റൊട്ടീനായിട്ട്. അല്ലെങ്കിൽ ഇപ്പം മകളാണെങ്കിൽ സ്വാഭാവികമായിട്ടും കല്യാണത്തിന് ഗോൾഡ് ആവശ്യമുണ്ട് എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അവർ അത് പിന്നെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ചെവിക്കകത്ത് ഇങ്ങനെ അത് ഇങ്ങനെ ബൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. മകളാണ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള അതിൽ നമ്മൾ സ്വാഭാവികമായിട്ട് അത് നമ്മൾ അംഗീകരിച്ചു കൊടുത്ത് അതിനനുസരിച്ച് നിന്നു കൊടുക്കുക എന്നുള്ളതായിരുന്നല്ലോ. അപ്പോൾ അതിലൊരു കുറച്ചൊരു ഇത് പറയുന്നതൊന്നും ഭയങ്കര ലാർജ് സ്കെയിലല്ല. എന്താണ് ഒരു മ്യൂച്വൽ ഫണ്ടോ അല്ലാതെ ഈക്വിറ്റിയിലൊക്കെ? അത് അവിചാരിതമായിട്ട് ഇതിനെക്കുറിച്ച് അറിയുന്ന ഒരു ചുറ്റുപാട് വന്നു. ആ സമയത്താണ് ഇതിനറിഞ്ഞത്. അപ്പോഴും അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ പോരാത്തതിന് നമ്മൾ സെയിൽസ് നമ്മുടെ ഫീൽഡ് അതായിരുന്നുണ്ട്, ബിസിനസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഉൽപ്പന്നങ്ങളും കമ്പനികളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുകയും അതിലൊരു താല്പര്യമുള്ള ആളാണ്. അപ്പം നമ്മൾ ഈ കമ്പനികൾ എന്താ ചെയ്യണേ, അവരെന്താ പുതിയ ഉൽപ്പന്നം ഇറക്കുന്നത്, അവർ പരസ്യം കൊടുക്കുന്ന ആ രംഗത്തൊക്കെ നമ്മൾ ഉള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുമ്പോൾ പല കമ്പനിയെക്കുറിച്ചും പല മതിപ്പും നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ ആ മതിപ്പ് തോന്നുന്നതും ഈ പറഞ്ഞ പെർഫോമൻസ്, ഈ അസറ്റ് ക്ലാസ്സിൽ ഷെയർസ് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കമ്പനിയുടെ ഒരു ഇതാണല്ലോ, ഒരു എന്തായാലും പറയുക ഓണർഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിച്ഛേദമാണല്ലോ ഈ ഷെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കോറിലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും കൊള്ളാം. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇതൊക്കെ നേരത്തെ ഹിന്ദുസ്ഥാൻ ലിവർ അല്ലെങ്കിൽ ബ്ലൂ ചിപ്പ് കമ്പനീസ് ഇതൊക്കെ കേട്ടിട്ടുണ്ട് അന്ന് പണ്ടെന്നല്ലാതെ ഇതൊക്കെ എന്താണെന്നോ എങ്ങനെയാണെന്നോ ഇതിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്നൊന്നും നമ്മളതിനെക്കുറിച്ച് കൂടുതലൊന്നും പഠിക്കാൻ അന്ന് ശ്രമിച്ചില്ല. മനസ്സിലായപ്പോൾ കൊള്ളാൻ തോന്നി. നമ്മളത്
കുറച്ച് അതിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. പക്ഷെ ഒരുപാട് വൈകിപ്പോയി. അതായിരുന്നു. ഓക്കെ. അപ്പോൾ ഇപ്പോൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ലേറ്റസ്റ്റ് സ്റ്റേജിൽ നോക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ഇപ്പോൾ ഒരു 20 വർഷം മുന്നേ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തത് നന്നായി എന്ന് ഇപ്പോൾ തോന്നുന്നത്? അല്ല, 20 വർഷം മുമ്പ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഈ അസറ്റ് ക്ലാസ്സിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ ശരിക്കും നമ്മൾ യൂത്ത് സ്റ്റേജിൽ അല്ലെങ്കിൽ മാരേജിന് പ്രീ മാരേജ് സമയത്ത് തന്നെ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് കരിയർ സമയത്ത് തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് അല്പം നോളജ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു സേവിങ്സ് മെൻറ്റാലിറ്റി വന്നേനെ. കാരണം ഇതിലേറ്റ് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് അതൊരു ഫോക്കസ് കിട്ടുമല്ലോ, താല്പര്യം വരും, കൂടുതൽ അറിവ് നേടും തോറും നമുക്ക് താല്പര്യം കൂടാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ നമുക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലായത്. അപ്പോൾ അന്ന് ആ ബസ് മിസ് ചെയ്തു പോയി ശരിക്കും പറയുകയാണെങ്കിൽ. അതിനെക്കുറിച്ച് അന്ന് പൊതുവേ ഞങ്ങളുടെ കാലങ്ങളിലൊന്നും അതിനെക്കുറിച്ചൊന്നും അത്ര അധികം ആധികാരികമായിട്ട് പറഞ്ഞ് ഷെയർ ചെയ്യാനുള്ള ഒരു സഹവാസമൊന്നും ഉണ്ടായിരുന്നില്ല, മനസ്സിലായി. അപ്പോൾ അതിൻ്റെ ഒരു നെഗറ്റിവിറ്റി നമ്മൾ ആ ബസ് മിസ് ചെയ്യാനുള്ളൊരു കാരണമായി. കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിച്ചു. അപ്പോൾ ഒരു നമ്മുടെ ഒരു ഓഡിയൻസിന് ഒരു അഡ്വൈസായിട്ട് എന്താണ് ഇന്ന് കൊടുക്കാറുള്ളത്? അഡ്വൈസായിട്ടല്ല, ഒരു അഭിപ്രായമായിട്ട് ഞാൻ പറയാം. അതായത് ഈ ഡിജിറ്റൽ വിപ്ലവത്തിന് ശേഷം ഒരുപാട് ബിസിനസ് സാധ്യതകൾ ദിവസം ദിവസം പൊങ്ങി വരുന്നുണ്ട്. അതനുസരിച്ച് ഒരുപാട് പേര് വളരുന്നുണ്ട്, ഒരുപാട് ചെറുപ്പക്കാർ പുതിയ സ്റ്റാർട്ടപ്പ് കമ്പനികളൊക്കെ ആയിട്ട്. അപ്പോൾ ഒരു വലിയൊരു ഈ ഡിജിറ്റൽ ഒരു വിപ്ലവമായിട്ട് മാറി ബിസിനസ് രംഗത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് ഈ അസറ്റ് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ വളരെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുക. അതുപോലെ എല്ലാ എഗ്സും ഒരേ ബാസ്ക്കറ്റിൽ തന്നെ ഇടാതിരിക്കുക. അത് ഗോൾഡ്, റിയൽ എസ്റ്റേറ്റ്, മറ്റ് അത്യാവശ്യം എന്താ പറയുക ലിക്വിഡിറ്റി ഉള്ള ചില ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈക്വിറ്റിയും ഷെയർസൊക്കെ ലിക്വിഡിറ്റി ഉള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ ഇതിലേക്ക് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നിങ്ങൾ സേവ് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് ഒരു റിട്ടയർമെൻറ്റ് ഏജ് എത്തുമ്പോഴേക്കും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വെൽത്ത് ക്രിയേഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ശ്രദ്ധിക്കണം, എന്താണ് നടക്കുന്നത്, ഓരോ കമ്പനിയെക്കുറിച്ച് അറിയാനുള്ള ഒരു താല്പര്യം വേണം. ഈ രംഗത്ത് ബിസിനസ്സിനെ കുറിച്ച് അല്പം താല്പര്യം വേണം. അത് ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ സുഖമായിട്ട് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ആദ്യമായിട്ട് വിനോവേട്ടനെ തന്നെ ക്ഷണിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ആൻഡ് നമുക്ക് ഇതിന് സംബന്ധിച്ച് നമുക്കിത് വന്നതിന് താങ്ക് യു സോ മച്ച്. എനിക്കും ഇതുപോലൊരു അവസരം കിട്ടി ഒരു അഭിപ്രായമൊക്കെ പറയാനായിട്ടുള്ളൊരു അവസരം യൂത്തിനോട് പറയാൻ പറ്റിയ ഇതിന് എനിക്കും വളരെ സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്കെല്ലാവർക്കും ഒത്തിരി വെൽത്ത് ഓഫ് നോളജാണ് വെൽത്ത് ക്രിയേഷനെ പറ്റി നമുക്ക് വിനോവേട്ടനിൽ നിന്ന് കിട്ടിയത്. ഇതെല്ലാവർക്കും ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ലെസൺ ആവട്ടെ എന്ന് ആശംസിച്ചുകൊള്ളൂ. അതേമാതിരി വെൽത്ത് ക്രിയേഷനെ പറ്റിയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയാം. നമ്മളതിനുള്ള തക്കതായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് തരുന്നുണ്ട്. താങ്ക് യു സോ മച്ച്.